മുണ്ടക്കയിൽ യഥാർത്ഥത്തിൽ ആ അപകടമുണ്ടായ വലിയ ദുരന്തമുണ്ടായ ആ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോകുന്ന വഴിയിൽ തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ, അവരുടെ വാഹനങ്ങൾ ഒക്കെ നശിച്ചു കിടക്കുന്ന, റോട്ടിൽ അങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്തായി ഒരു ലയം, ജോ ക്യാമറ, തൊട്ടടുത്തായി ഒരു ലയമുണ്ട്. അത് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഈ ലയങ്ങളിലൊക്കെ മനുഷ്യരുണ്ടായിരുന്നോ, അവർ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നോ എന്നാണെന്നൊന്നും ഒരു വിവരവുമില്ല. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കരളലിയിക്കുന്നതാണ്. അവർ തോട്ടം തൊഴിലാളികളായിരിക്കും ഈ ലയത്തിൽ താമസിച്ചിട്ടുണ്ടാവുക. അതൊരു മലയാളികളാണോ ഇതര സംസ്ഥാന തൊഴിലാളികളാണോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപക്ഷെ രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഒക്കെ താമസിച്ചിരുന്നതാണ് ഈ ലയങ്ങൾ. ഹാരിസൺ പ്ലാന്റേഷന്റെ തോട്ടം നാം വരുന്ന വഴിക്ക് കണ്ടിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതായത് ഉരുൾപൊട്ടൽ തൊട്ടടുത്തേക്കാണ്. ഇവിടെ തകർന്ന വൈദ്യുതി ലൈൻ ഉണ്ട്. അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ, ഗ്യാസ് സിലിണ്ടർ ഒരു സൈഡിൽ കിടക്കുന്നു, മറ്റൊരു സ്ഥലത്ത് അവരുടെ അടുക്കള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തൊട്ടടുത്ത ഒരു വീൽ ചെയർ എനിക്ക് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ അങ്ങനെ വീൽ ചെയറിൽ നടക്കാൻ പോലും കഴിയാത്ത മനുഷ്യർ എങ്ങനെയായിരിക്കും ഈ ഉരുൾപൊട്ടത്തിലെ അതിജീവിച്ചിട്ടുണ്ടാവുക എന്നൊന്നും ഒരു പിടിയുമില്ല എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. അതായത് യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ, അല്ലെങ്കിൽ ആ പൊട്ടലിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഈ മുണ്ടക്കൈയിലെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന വഴിയിലാണ് നമുക്ക് കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇതുവഴി കാണാൻ കഴിയും. നടന്നു നീങ്ങാൻ പറ്റാത്ത മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വീൽ ചെയർ, എത്രത്തോളം ജീവിതം ആ വീൽ ചെയറിലായി പോയിട്ടുണ്ട് എന്ന് ദുഃഖത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കണം ഇത്തരത്തിൽ പ്രകൃതി കലിതുള്ളി വന്നത്. ആ മനുഷ്യന് എന്ത് സംഭവിച്ചു കാണും എന്ന കാര്യത്തിൽ വല്ലാത്ത ആകാംക്ഷ തോന്നുന്നു. രക്ഷപ്പെട്ടിരിക്കുമോ? ഈ രൗദ്രഭാവമുള്ള പ്രകൃതിയുടെ ആ കുത്തൊഴുക്കിൽ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് ജീവൻ നിലനിർത്താൻ സാധിച്ചിരിക്കുമോ എന്ന്. വലിയ ഒരു മരവും അതിനടുത്ത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്തൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. വീൽ ചെയറിലായി പോയ ഏതോ ഒരാൾ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാത്തൊരു ആകാംക്ഷ, ഒരു കൗതുകമൊക്കെ തോന്നുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം നടന്നു പോവാൻ കഴിയാത്തവർ, കിടപ്പ് രോഗികളായവർ, വൃദ്ധരായവർ, ഇങ്ങനെ എത്ര മനുഷ്യരായിരുന്നു ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിൽ എത്ര പേർക്ക് പ്രകൃതിയുടെ ഈ കലി അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം ഷഹീദ്? ാണ് നമുക്ക് നടന്ന് ഇതുവഴി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മളെ കരളലിയിക്കുന്നതാണ്, നെഞ്ചിടിപ്പ് ഏറ്റുന്നതാണ്. അതായത് നടന്നു പോകാൻ കഴിയാത്തവർ, രോഗികൾ, വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവർ, കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ നമുക്കറിയാം നമ്മുടെ ഒരു മനുഷ്യ സമൂഹം ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള ജീവിത സാഹചര്യത്തിലുള്ള ആളുകളുണ്ടാകും. ഇവരെല്ലാം അന്തി ഉറങ്ങുകയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത്. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികളാണ്. പകൽ സമയം മുഴുവൻ ജോലിയെടുത്ത്, മഴക്കാലത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി നിലവിൽ തന്നെ ഉണ്ട്, അതിനൊക്കെ അതിജീവിച്ച് ജോലിയെടുത്ത് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലെത്തി ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ ഈ അപകടം, ഈ ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. കനത്ത മഴ 2 ദിവസം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് ഉള്ളിലൊക്കെ ഒരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമുണ്ടാവില്ല. ഇത്രയും കാലം ഈ രീതിയിൽ ഇവിടെ വലിയ തോതിലുള്ള ആ തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ പാവപ്പെട്ട അവർ, മറ്റൊന്ന് അവർക്ക് എളുപ്പത്തിൽ പോകാനുള്ള മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത്. അതായത് മുണ്ടക്കൈയിലുള്ള സാധാരണപ്പെട്ട തോട്ട തൊഴിലാളികൾക്ക് ഇങ്ങനെ താമസ സ്ഥലം മാറ്റുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരൊരു ആത്മബലത്തിൽ ഇവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ, കുറച്ച് സമയം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ രാത്രി 12 മണിയോടുകൂടി തന്നെ ശക്തമായ മഴയുണ്ടായി. പിന്നീട് 12 കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല മോത്തി. ഞങ്ങൾ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയും ഒരു 1 കിലോമീറ്ററെങ്കിലും ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. പക്ഷേ മുന്നോട്ട് പോകുന്ന വഴിയിലൊക്കെ ഇപ്പോൾ ചളിയും മണ്ണുമൊക്കെ നിറഞ്ഞ സാഹചര്യമുണ്ട്. ഒരുപക്ഷെ എനിക്കിനി നടക്കാൻ പോലും പ്രയാസമാണ്. കാരണം ചളിയിൽ കൊണ്ടുകൊണ്ട് പോകണം നമ്മൾ യാത്ര മുന്നോട്ട് തുടരാൻ. എനിക്ക് തൊട്ട് മുമ്പ് മറ്റൊരു ദൃശ്യം കൂടി കാണുന്നുണ്ട്. അവിടെ കൂട്ടം തീർച്ചയായും മോത്തി, അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇന്നലെ ഈ ദുർഘടമായ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ നൂറുകണക്കിന് ആളുകളെ ഇവിടെ നിന്നും മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സന്നദ്ധ പ്രവർത്തകരുടെയും നമ്മുടെ സേനാ സംവിധാനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഇടപെടൽ ആ തരത്തിൽ നമുക്ക് എത്ര ഈ ഘട്ടത്തിൽ
ശരിയാണ്. സന്നദ്ധ പ്രവർത്തകരൊക്കെ ജീവൻ പണയം വെച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നത് നമ്മളൊക്കെ കാണാറുണ്ട്. എത്ര കയ്യടികൾക്കും എത്ര സല്യൂട്ടിനും മേലെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ദൃശ്യങ്ങളിൽ കുറേ കന്നുകാലികളെയും നമുക്ക് കാണാം. പോറ്റി വളർത്തിയവരില്ലാതെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഷഹീദ് തുടരുകയാണ്. ഷഹീദ് പറയൂ, ഒരുപാട് കന്നുകാലികളെയൊക്കെ ആ പ്രദേശത്ത് കാണുന്നുണ്ട്. ഈ വലിയ ദുരന്തത്തിന്റെ ഒരു ബാക്കിപത്രം എന്നോണം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു നിൽക്കുകയാണ്, അനാഥരായി നിൽക്കുകയാണ്. ഇത്രയും കാലം ഞങ്ങൾ നോക്കി നടത്തിയിരുന്നവരൊന്നും ഇപ്പോൾ ഈ പരിസരത്തില്ല. തങ്ങളോടൊരു പക്ഷേ അവരുടെ വാസസ്ഥലമൊക്കെ ആയിരിക്കാം ഇവിടെ, എവിടെ ആലയോ മറ്റെന്തെങ്കിലുമൊക്കെ നിന്നിരുന്ന സ്ഥലമായിരിക്കാം. ഒരുപക്ഷെ അതായിരിക്കും അവർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവുക. അവർക്ക് വെള്ളം ഭക്ഷണവും ഒക്കെ നൽകിയിരുന്ന അവരുടെ ഉടമകളുണ്ട്, അവരൊന്നും ഇപ്പോൾ ഈ സ്ഥലത്തില്ല. അവരുടെ വീടുകളില്ല, മറ്റ് ആവാസ കേന്ദ്രങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്കിതൊക്കെ കാണുന്ന സമയത്ത്. അവർ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു അഞ്ചാറ് കന്നുകാലികളുണ്ട് ഇവിടെ. ഷഹീദ്, ഒരു കാര്യം കൂടി ഏതായാലും നമ്മൾ അവിടെ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം ഒരേ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മുടെ രക്ഷാപ്രവർത്തകർ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇവരുടെ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുക. തിരക്കിട്ട് രക്ഷാദൗത്യത്തിനിടയിൽ ഒരു പക്ഷേ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എങ്കിൽ കൂടി ഇതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക ഷഹീദ്. ഇവരെ കൂടി എങ്ങനെയെങ്കിലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ, ആഹാരവും വെള്ളവും ലഭ്യമാക്കാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മൾ ഇവിടെ വന്നത് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രക്ഷാസേനയുടെയോ സംഘത്തിന്റെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ ഉള്ള ആളുകളോ ഇപ്പൊ ജീവനുകളോ ഉണ്ടെങ്കിൽ അവയെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടിയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കന്നുകാലികൾ ഉൾപ്പെടെ ഇന്നലെ ഈ പരിക്കേറ്റ മനുഷ്യരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രഥമ പരിഗണന ഈ രക്ഷാസേന നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പരിക്കേറ്റ ആളുകളെ ആദ്യം പുറത്തെത്തിക്കാൻ ശ്രമിച്ചു. എയർഫോഴ്സ് ഇവാക്വേഷൻ അതുവഴി ആദ്യം പരിക്കേറ്റവരെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഇവിടെ കുടുങ്ങിയിരുന്ന സാധാരണക്കാരെ, പരിക്കേൽക്കാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുടുങ്ങിയിരുന്ന, ആശങ്കയോടെ കഴിഞ്ഞിരുന്ന ആളുകളെ ഇന്നലെ വൈകിട്ടോടുകൂടി ഇവിടെ താൽക്കാലിക പാലം സജ്ജീകരിച്ച് അവിടെ എത്തിക്കുകയുണ്ടായി. അപ്പോഴും ഈ കന്നുകാലികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരിവിടെ വളർത്തുമൃഗങ്ങളും കന്നുകാലികളും ഒക്കെ ബാക്കിയാവുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അവർക്ക് ഇവരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ താൽക്കാലിക പാലം, വളരെ ദുർഘടമായ ആ പാലത്തിലൂടെ മാത്രമാണ് മനുഷ്യരെ പോലും ഇവർക്ക് ഇന്നലെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ ഇന്ന് ഈ വളർത്തുമൃഗങ്ങളെ കൂടി മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തകർന്നടിഞ്ഞൊരു പള്ളിയുടെ അവശിഷ്ടങ്ങൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആളുകൾ അവരുടെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പങ്കുവച്ചിരുന്ന ഒരു ആരാധനാലയ കേന്ദ്രമാണ് ആയിരിക്കും ഇവിടെ. അതെല്ലാം ഇപ്പോൾ തകർത്തടിഞ്ഞ് നാമാവശേഷമായിരിക്കുകയാണ്. വലിയ പാറക്കൂട്ടങ്ങളും മരക്കൂട്ടങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഈ പ്രാർത്ഥനാ ഹാളിനുള്ളിലൊക്കെ ഇപ്പോൾ ഉള്ളത്. മറ്റൊരു ദൃശ്യങ്ങൾ നമുക്ക് ഒരു ദൃശ്യം കൂടി കാണുന്ന ഒരു വളർത്തുനായകൾ അവർക്ക് കിട്ടുന്ന എന്താണോ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തകരൊക്കെ ഇന്നലെ കൊണ്ടുവന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയാണ്. അവർക്ക് വിശക്കുന്നുണ്ടാവും, അവർക്ക് തങ്ങളുടെ ഉടമകളൊക്കെ കൃത്യമായി ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ വാസകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്ന നായകളായിരിക്കും. അവരിപ്പോൾ അവരുടെ വിശപ്പടക്കാൻ വേണ്ടി ഇന്നലെ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നത് പോലെ തന്നെ മണിക്കൂറുകളോളം ഇതെങ്ങനെയാണ് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കുക? ഇത് കണ്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളു പൊട്ടുന്നൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ പ്രിയപ്പെട്ട ഓമന മൃഗങ്ങളൊക്കെയും ഒരു തുണയില്ലാതെ, ആരുമില്ലാതെ അലയേണ്ടി വരുന്നൊരവസ്ഥ എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും. അവർക്കൊരു പേരിട്ട് വിളിച്ച് അവരെ അങ്ങനെ ചേർത്ത് വെച്ച് ഓമനിച്ച് കൊണ്ട് നടന്നിരുന്നവരാണ്. ഇനി അവരില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനാക്കുക? ഇത്തരം വളരെ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയിലൂടെയാണ് ആ ദുരന്ത ഭൂമിയിലൂടെ ഷഹീദ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. തീർച്ചയായും മോത്തി, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് പറഞ്ഞ്
ഫലിപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യജീവന്റെ ഒരു സംസ്കൃതി മുഴുവൻ തകർന്നടിഞ്ഞ ഒരു ദൃശ്യം അത് ഈ ബിൽഡിങ്ങുകൾ മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സ്വരുക്കുട്ടി വെച്ച കാര്യങ്ങൾ, വളർത്തുമൃഗങ്ങൾ, അവരുടെ ഭക്ഷണ സാധനങ്ങൾ, ആളുകൾ പരസഹായത്തിന് അല്ലെങ്കിൽ വീൽ ചെയർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ സഞ്ചരിച്ചിരുന്നവർ കഴിഞ്ഞിരുന്നു. അങ്ങനെ നമുക്കറിയാം, ചെറിയ കുഞ്ഞു മുതൽ വയോധികർ വരെ അവരുടെ ജീവൻ എങ്ങനെയാണോ അവർ ഇവിടെ ജീവിച്ചിരുന്നത് അതിനൊക്കെ തകർന്നടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഇപ്പോഴുണ്ട്. അവർക്കിടയിലൂടെയാണ് ഇത്രയും കാലം മൂത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓമനിച്ച് വളർത്തിയിരുന്ന വളർത്തുമൃഗങ്ങൾ ഇപ്പോൾ അനാഥരായി നിരവധി നമുക്ക് ആശുപത്രിയിൽ നിന്നൊക്കെ സാരംഗൊക്കെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം സ്വന്തക്കാരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ ഇന്നലെ ഒരു സ്ത്രീയൊക്കെ പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് ഉരുൾജലം വന്ന് വീട്ടിനകത്തേക്ക് അടിച്ചു തെറിപ്പിച്ചു പോകുമ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ അടക്കി പിടിച്ചിരുന്നു. പക്ഷെ കുറെ സമയം പിടിച്ചു, ജീവൻ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഏതോ ഒരു സമയത്ത് ആ കുഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ആ നിമിഷം എനിക്ക് ഓർക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് വിങ്ങുന്ന ഒരു സ്ത്രീയെ ഞാൻ കേട്ടിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരുടെ വിങ്ങലുകൾ, എത്രയെത്രയോ മനുഷ്യരുടെ വിങ്ങലുകളും ആർത്തനാദങ്ങളുമൊക്കെ ആ നിമിഷത്തിൽ ഉരുൾപൊട്ടലുണ്ടായി, ഉരുൾജലം അലയടിച്ചു വന്ന ആ നിമിഷത്തിൽ ഉയർന്ന് താഴ്ന്ന സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം. ഇവിടെ നിന്നും ഇനിയും മുകളിലോട്ട് പോകാനുണ്ട്. പക്ഷേ അവിടേക്ക് ഇനിയും പോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഈ മരക്കൂട്ടങ്ങളൊക്കെ മറികടന്ന് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് നിന്ന് തന്നെ ഉള്ള ദൃശ്യങ്ങൾ തന്നെ ഉള്ളലയ്ക്കുന്നതാണ്. അവരുടെ അതിജീവനത്തിന് വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ വീടുകളോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല ഇത്. സാധാരണക്കാരായ ജീവിതത്തോട് മല്ലിട്ട് ജീവിച്ചു പോരുന്ന, ദിവസവും കൂലി വേല ചെയ്ത് ജീവിതം പുലർത്തി പോരുന്ന അതിസാധാരണക്കാരായ മനുഷ്യരാണ്.